+1 മലയാളത്തിലെ യൂണിറ്റ് 4 ആയിട്ടുള്ള ചാപ്റ്റർ 2 ആണ് അടുത്തെടുക്കാൻ പോകുന്നത്. അനുകമ്പ കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അനുകമ്പ ആരും ചെയ്തിട്ടില്ല, ശ്രീനാരായണ ഗുരുവാണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നത് എന്താണ്, എനിക്ക് അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതിരിക്കാനുള്ള മനസ്സ് വരുത്തണമേ ദൈവമേ എന്നാണ്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ഇരിക്കാനുള്ള ഒരു മനസ്സ് വരുത്തണേ ദൈവമേ, എന്നോട് കരുണ ചൊരിയണേ ദൈവമേ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം. എല്ലാ ജീവികളോടും അനുകമ്പ പുലർത്തണം എന്ന് ഉപദേശിക്കുന്ന ഒരു 10 ശ്ലോകങ്ങൾ എന്നാണ്. എല്ലാ ജീവികളും അനുകമ്പ പുലർത്തണമെന്ന് ഉപദേശിക്കുന്ന 10 ശ്ലോകങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകത്തിലുള്ളത്. ഒരാൾ മനുഷ്യനാകണമെങ്കിൽ അയാളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാവണം. അതായത് ഒരാൾ മനുഷ്യനാകണമെന്നെങ്കിൽ അയാളിൽ ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു. ഒരു മനുഷ്യരിലെ അനുകമ്പ അഥവാ അരുളാണ് അവനെ മനുഷ്യനാക്കുന്നത്. ഒരു മനുഷ്യന്റെ അരുള് അല്ലെങ്കിൽ അനുകമ്പയാണ് അയാളെ മനുഷ്യനാക്കുന്നത്. പിന്നെ അരുള്, അൻപ്, അനുകമ്പ ഇവയെല്ലാം ഒന്നു തന്നെയാണ്. അരുള് അഥവാ കാരുണ്യമുണ്ടെങ്കിൽ അവിടെ ആനന്ദമാണ്. അരുള് അല്ലെങ്കിൽ അനുകമ്പ ഉണ്ടെങ്കിൽ എന്താ, അവിടെ നല്ല കാരുണ്യം ഉണ്ടാവും. ഇപ്പൊ മനുഷ്യരിലെ അജ്ഞതയാണ് നമ്മളെ ദുഃഖിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖിതത്തിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അനുകമ്പ ഉള്ളവരായി തീരണം. ഇനി അനുകമ്പ എങ്ങനെ ഉണ്ടായി തീരണം, അനുകമ്പ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, ഒരു ശ്ലോകം ഉണ്ട്. അതായത് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷ മന്ത്രം ചൊല്ലിക്കൊണ്ട് എന്ന് ഉറുവിട്ടുകൊണ്ട്, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരുളുള്ള ഒരു മനുഷ്യനായി തീരാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അരുളില്ലാത്തൊരു ജീവി ആവട്ടെ അല്ലേ. അരുളില്ലാത്ത ജീവി എങ്ങനെയാണ്, അരുളില്ലാത്തൊരു മനുഷ്യൻ മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ കനിയോ മണമോ ഒന്നും ഇല്ലാത്ത ഒരു പൂവ് പോലെയും ആർക്കും ഉപകാരമില്ലാതെ ജീവിക്കുന്ന മാത്രമല്ല ഇങ്ങനെയുള്ളവർ എന്താ അസ്ഥിയും തോലും സ്ഥിരയും മാത്രമുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് അനുകമ്പയുള്ള നല്ല മനുഷ്യരായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ലാസ്റ്റ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അരുളില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അജ്ഞതയായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഉണ്ടാവുക, മരുഭൂമിയിലെ നീരുറവ പോലെയും മണമോ കായോ പൂവൊന്നും ഇല്ലാത്ത ഒരു പൂവ് പോലെയും പിന്നെ ആർക്കും വേണ്ടാത്ത അസ്ഥിയും സ്ഥിരയും തോലുകൊണ്ടും ഉണ്ടാക്കിയൊരു നാറുന്ന ശരീരം മാത്രമാണ് മനുഷ്യൻ.